ഒരു അടിപൊളി പെയിൻറ്റിങ് ആയാലോ നമുക്കിന്ന്. പുറത്ത് അടിപൊളി മഴയാട്ടോ. അപ്പം മടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് പെയിൻറ്റിങ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ബേസ് കോട്ടായിട്ട് നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ വേണം. ഞാനിവിടെ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുത്തത്. ശേഷം നമുക്ക് മേഘം വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിതുപോലെ കുത്തിട്ട് കൊടുത്തപ്പം ഏകദേശമൊക്കെ മേഘത്തിൻ്റെ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഒരു മരമാണ് വേണ്ടത്. അതിന് ബ്ലാക്ക് കളർ ഒട്ടിച്ചിട്ട് മേഘം വരച്ച പോലെ തന്നെ ഇതുപോലെ അങ്ങ് സൈഡിലോട്ട് അങ്ങ് വരച്ചു കൊടുക്കുവാണ്. എന്നിട്ടൊരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫ് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു ലുക്കൊക്കെ ഉണ്ടാവുമെന്ന്. ഇനി നമുക്ക് ഫ്ലവർ വരച്ചു കൊടുക്കണം. അതിനും വലിയ പണിയില്ല. ഇതുപോലെ അങ്ങ് കുത്തിട്ടാൽ ഫ്ലവറും ഓക്കെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഈ ബുക്കിൻ്റെയൊക്കെ ചട്ടക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സിമ്പിൾ പെയിൻറ്റിങ് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് കുറച്ച് വരയും കുത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഈ വര വന്ന് ലൈൻ കമ്പിയാണ് ഉദ്ദേശിച്ചത്. അത് ഞാനൊരു പെന്ന് വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഒരു മാർക്കർ പെന്ന് കേട്ടോ. അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും. മറ്റേതാവുമ്പോൾ കൈ വരച്ച് അങ്ങോട്ട് സെറ്റാവില്ല. പിന്നെ കുറച്ച് കാക്കനെ വരച്ചു കൊടുക്കാനും കൂടി നോക്കി. പക്ഷെ അതങ്ങോട്ട് പറ്റണുണ്ടായില്ല. പെയിൻറ്റ് ശരിക്കും അത്ര ഉണങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ആക്രിലിക് കളർ വെച്ചിട്ട് തന്നെ കാക്കേനെയും കൂടി വരച്ചപ്പോൾ സെറ്റായി. ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ഏതിലാണ് ചെയ്തതെന്നറിയോ? ഇന്ന് മൊത്തത്തിൽ മലബാർ ഗോൾഡിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു. രാവിലെ ചെയ്ത ക്രാഫ്റ്റും ഒരു മലബാർ ഗോൾഡിൻ്റെ ഗ്ലാസ്സിലായിരുന്നു. അപ്പോൾ ഇത് മലബാർ ഗോൾഡിൻ്റെ ഒരു കലണ്ടറാണ്. അതിൻ്റെ ചട്ടയിലാണ് ഞാനൊരു പെയിൻറ്റിങ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.